2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകം നേടിയ വൻ വിജയം ദ്രാവിഡ രാഷ്ട്രീയത്തിലെ 6 പതിറ്റാണ്ട് നീണ്ട DMK AIADMK ആധിപത്യത്തിന് അന്ത്യം കുറിച്ചിരിക്കുകയാണ്. ദ്രാവിഡ രാഷ്ട്രീയം മാത്രം പറഞ്ഞിരുന്ന തമിഴകത്തിന്റെ മണ്ണിൽ എന്തു മാറ്റമാണ് വിജയിയുടെ തമിഴക വെട്രി കഴകം വരുത്തിയത്? സിനിമയിൽ നിന്നെത്തി എങ്ങനെയാണ് ഒരൊറ്റ വർഷം കൊണ്ട് അധികാരത്തിലെത്താനുള്ള വോട്ട് വിജയ് നേടിയെടുത്തത്? തമിഴ്നാട്ടിൽ ഇത്തവണ 85.1% എന്ന റെക്കോർഡ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഇത് ശക്തമായ ഭരണവിരുദ്ധ വികാരത്തെയും മാറ്റത്തിനുള്ള ജനങ്ങളുടെ ആഗ്രഹത്തെയുമാണ് പ്രതിഫലിച്ചതെന്നുമുള്ള വിലയിരുത്തലുകൾ അന്നേ ഉയർന്നിരുന്നു. പരമ്പരാഗത രാഷ്ട്രീയ രീതികളിൽ മടുത്ത യുവാക്കളും നഗരവാസികളും TVKയെ ഒരു ശക്തമായ ബദലായി സ്വീകരിച്ചു. ഇതാണ് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചത്. വിജയ് ചെയ്ത സിനിമകളിലെ സാമൂഹിക രാഷ്ട്രീയ സന്ദേശങ്ങളും രക്ഷക പരിവേഷങ്ങളും ജനങ്ങൾക്കിടയിൽ വിജയ്ക്കൊരു ഇമേജ് നിർമ്മിച്ചെടുക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. റിയൽ ലൈഫിലെ രക്ഷകൻ റിയൽ ലൈഫിലേക്കും വരട്ടെ എന്നുള്ള ചിന്ത യുവാക്കളെ വിജയിലേക്ക് അടുപ്പിച്ചു. ജെൻസി വോട്ടർമാരുമായി സംവദിക്കാനാവുന്ന വിജയുടെ രീതിയും സോഷ്യൽ മീഡിയയുടെ ഉപയോഗവുമെല്ലാം ഇതൊരു തരംഗമാക്കി മാറ്റാൻ വിജയെക്കൊണ്ട് സാധിച്ചു. കേവലം സിനിമാ ആരാധകരെ മാത്രം വിശ്വസിക്കാതെ വിജയ് മക്കൾ ഇയക്കം എന്ന ഫാൻ ക്ലബിനെ കൃത്യമായൊരു രാഷ്ട്രീയ സംവിധാനമാക്കി മാറ്റാൻ വിജയ്ക്ക് സാധിച്ചു. 69,000 ബൂത്തുകളിലും 8 അംഗ കമ്മിറ്റികൾ രൂപീകരിച്ച് വോട്ടുകൾ കൃത്യമായി സമാഹരിക്കാൻ വിജയ്ക്ക് സാധിച്ചു. ഫാൻ ക്ലബ്ബുകളെ കേഡർ സ്വഭാവമുള്ള പാർട്ടി സംവിധാനമാക്കി മാറ്റാൻ വിജയ്ക്ക് സാധിച്ചു. പ്രചാരണ വീഡിയോകൾ, മൈ TVK മൊബൈൽ ആപ്പ് എന്നിവ വഴി പുതിയ വോട്ടർമാരിലേക്ക് നേരിട്ടെത്താൻ പാർട്ടിക്ക് സാധിച്ചു. ഇത് പാർട്ടിയെ ഒരു ആധുനിക രാഷ്ട്രീയ പ്രസ്ഥാനമായി യുവാക്കൾക്കിടയിൽ പ്രതിഷ്ഠിച്ചു. പഴയ രീതികളിൽ മടുത്ത യുവാക്കളെ ഇത് വിജയിലേക്ക് അടുപ്പിച്ചു. കൂടാതെ പ്രകടന പത്രികയിലെ സ്ത്രീകൾക്ക് പ്രതിമാസം 2,500 രൂപ, 8 ഗ്രാം സ്വർണം, യുവാക്കൾക്ക് ലക്ഷക്കണക്കിന് ജോലികൾ തുടങ്ങിയ വാഗ്ദാനങ്ങൾ സാധാരണക്കാരായ വോട്ടർമാരെ TVKയിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. അഴിമതിരഹിതമായ ഭരണം എന്ന ആശയമാണ് TVKയിലൂടെ വിജയ് ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത്.